ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു കടല വരട്ടിയതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്കിത് വെറുതെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കടല വരട്ടിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കടല വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം കടല വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പിടിയോളം തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒരു കടല വരട്ടിയിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല വരട്ടിയതാണ്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതും കൊടുന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്നുപരിപ്പിന് പകരമായിട്ട് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഉഴുന്നുപരിപ്പോ അതല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കടല വരട്ടിയത് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പൊക്കെ അതേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതും കൂടെ ഈ ഒരു എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ചേർത്ത് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഒരു 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വലിയ സവാള നല്ലോണം കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കണുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്, കാരണം കടലയിൽ ഉപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അവസാനം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 കപ്പോളം വെള്ളമൊക്കെ മതിയാകും കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും ഉഴുന്നുപരിപ്പും ഉണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടല ഉലർത്തിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.